ഷൊർണൂർ വാടാനംകുറിശി വില്ലേജിന് സമീപത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയിൽ ഇടിച്ച അപകടം. ബസ്സിലുണ്ടായിരുന്ന 15ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് അപകടം. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂറിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം തെറ്റി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വൈകിച്ചെന്ന ആരോപണവുമുണ്ട്. 4:30 വന്നാണ്. ഇത്ര നേരം അവർ ഇത് വാങ്ങാൻ കൂട്ടാക്കില്ല, ബില്ല് വാങ്ങാൻ കൂട്ടാക്കില്ല. അവർ പൈസ ബില്ല് ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവരുടെ ബില്ല് അടയ്ക്കാൻ പറഞ്ഞു. അത് നടക്കില്ല. ഞങ്ങൾ പറഞ്ഞു. ആ ഓണറെ വിളിച്ചപ്പോൾ ഓണർ വരാൻ കൂട്ടാക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞു. പോലീസുകാരെ വിളിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ ചെന്നിട്ടില്ല. അയാൾ മുങ്ങിയടക്കണം. ഇപ്പോൾ ഫോൺ സ്വിച്ചപ്പാണ്. ഇവിടെ സാർമാർ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഒരു ബില്ലെല്ലാം സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. പോലീസുകാർ എത്തേണ്ടി വന്നു എന്നാണ് എത്തേണ്ടി വന്നു. ഈ സേവന ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് ഞങ്ങളെ ബില്ല് വാങ്ങി ഞങ്ങൾ എക്സ്ട്രാ കിട്ടണമെങ്കിൽ ഈ പോലീസുകാർ ഇവിടെ എത്തേണ്ടി വന്നു. ഏതാണ്ട് എത്ര സമയം വൈകിട്ടുണ്ടാവും? ഞങ്ങളിവിടെ 5 മണിക്ക് ആക്സിഡന്റ് കഴിഞ്ഞ് അതും അവരല്ല, ബസ്സിന്റെ ആൾക്കാരെല്ലാം ഞങ്ങളിവിടെ എത്തിച്ചത്. അവിടെ നാട്ടുകാർ വിളിച്ചു വരുമ്പോൾ നാട്ടുകാരാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. 5 മണിക്ക് ഞങ്ങളിവിടെ വന്നിട്ടുന്നേരം 8:10 ആവാനായില്ലേ. ഇത്ര സമയം എന്നിട്ട് ഇപ്പോൾ അവരോട് എക്സ്ട്രാ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സമയമായിട്ടില്ല. പണമടച്ചാലേ എക്സ്റേ എടുക്കാൻ കഴിയൂ എന്ന് സ്വകാര്യ ആശുപത്രി ജീവനക്കാർ പറഞ്ഞതായി രോഗികളും ബന്ധുക്കളും ആരോപിച്ചു. എക്സ്ട്രാക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവർ പറയണം ബസ് ഉടമകൾ വന്ന് ഒപ്പണുണ്ടാവും, ഞങ്ങൾക്ക് തരില്ല, അവർക്ക് പ്രശ്നം അവർ കൊടുക്കേണ്ട പറഞ്ഞാൽ വലിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. മരുന്ന് ലിസ്റ്റ് തന്നിട്ടില്ല, എക്സ്റേ തന്നിട്ടില്ല. ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്.